രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്ത ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതിൻ്റെ മെയിൻ ഭാഗങ്ങളിലേക്ക് കയറാം. കുറച്ച് നാളായി ഇവൻ നടക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? കുറച്ച് നാളായി. പല സ്ഥലങ്ങൾ ഇവർ താണ്ടി. ഗിൽഗാലിൽ നിന്ന് ബഥേലി വന്നു. നീ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ താമസിക്കും, ഞാൻ നിൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞു. ബഥേലിൽ നിന്ന് എരിഹോവിലേക്ക് വന്നു. അപ്പോഴൊന്നും ഏലിയാവ് ഈ ചോദ്യം ചോദിച്ചില്ല. യോർദാനം കടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചോദ്യം എന്ത് ചെയ്യുന്നത്? ഏലിയാവ് എലീശയോട് ചോദിക്കുന്നത്, ടെൽ മീ വൈ യു ആർ ഫോളോയിങ് മീ. നീ പറ, എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എന്ത് പറഞ്ഞു? നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിച്ചത് ദ ഡബിൾ പോർഷൻ, ഇരട്ടി പങ്ക്. ബൈബിളിൽ അതിനുള്ള പ്രസക്തി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചത്. പഠിച്ചോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഒന്ന്, അതെന്തോതിനെ സൂചിപ്പിക്കുന്നു? ദാറ്റ് ഷോസ് നിന്റെ അവകാശത്തെ. ഇരട്ടി പങ്ക് ആർക്കുള്ളതാ? എപ്പോഴും മൂത്ത പുത്രനുള്ളതാ. സോ വെൻ സംബഡി ആസ്ക് ദ ഡബിൾ പോർഷൻ, that shows his position in the family of God. ദൈവ കുടുംബത്തിൽ അവൻ്റെ സ്ഥാനത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതവൻ്റെ അവകാശമാണ്. 2, അതെന്തോതിനെ വെളിപ്പെടുത്തുന്നു? The double portion. When you receive double portion from somebody, that shows how much that person loves you. ആരെങ്കിലും ഒരാൾ നിനക്ക് ഇരട്ടി പങ്ക് തരുന്നെങ്കിൽ, ഇല്ലേ? വാസ്തവം ഇന്നും അങ്ങനെ തന്നെ. എല്ലാവർക്കും ഓരോ ചുരിദാർ കൊടുത്തപ്പോൾ നിനക്ക് 2 ചുരിദാറിൻ്റെ തുണി തന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? സാറിനെന്തോ എന്നോട് ഇഷ്ടം, അതവിടെ അധികമായതുകൊണ്ട് തന്നാന്ന് പറയത്തില്ല. ദർ ഈസ് സംതിങ്. ദ ഡബിൾ പോർഷൻ ഷോസ് ദ ഗിവേഴ്സ് ലവ്. തരുന്നവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. 3-ാമത്തത് ദ ഡബിൾ പോർഷൻ വെളിപ്പെടുത്തുന്നത് എന്തോതിനെയാന്ന് പറഞ്ഞു? ദ റിവാർഡ്, നമുക്കുള്ള പ്രതിഫലമാണ്. നീ ഇത്രത്തോളം കർത്താവിന് വേണ്ടി സഹിച്ചതുകൊണ്ട്, നീ ഇത്രത്തോളം ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട്, അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നിനക്ക് ഇരട്ടി പങ്ക് തരുന്നത്. അതിനൊരു നല്ല ഉദാഹരണമാണ് മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ വന്ന ആ ദാസന്മാരുടെ ഉപമ പറയുന്നിടത്ത്, അവസാനം വന്നവർക്ക് അവർക്ക് ലഭിക്കേണ്ട, അവർക്ക് അർഹതപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആര് കൊടുത്തു? യജമാനൻ കൊടുത്തു. ഇറ്റ്സ് എ റിവാർഡ്. ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ അത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവൻ ഇരട്ടി പങ്ക് ചോദിക്കാൻ കാരണം? അതാണ് എൻ്റെ 4-ാമത്തെ പോയിന്റ്. He knew that without the double portion he cannot continue the ministry. ഇരട്ടി പങ്ക് എൻ്റെ മേലില്ല എങ്കിൽ എനിക്ക് തുടർന്നുള്ള നാളുകളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഈ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ശുശ്രൂഷ കൊണ്ട് നടക്കാനായിട്ട് പറ്റത്തില്ല. He knew that he needed that. അതുണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ബോധ്യമാണ് അവനെ ഇരട്ടി പങ്ക് ചോദിക്കുവാൻ അവനെ പ്രേരിപ്പിച്ച ആ വസ്തുത. ഇവിടെ നിന്ന് ഞാൻ ഒരു കാര്യം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്, പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടു പോകുന്നവരാണോ നമ്മൾ? അതോ കർത്താവേ, എനിക്ക് ശുശ്രൂഷ തുടരണമെങ്കിൽ, എനിക്ക് തുടർന്ന് ജീവിക്കണമെങ്കിൽ എനിക്ക് ഇരട്ടി പങ്ക് ലഭിച്ചേ പറ്റത്തുള്ളൂ, എനിക്കിനി വേറെ എങ്ങും പോകാനായിട്ടില്ല.
ചിലപ്പോൾ ചില ആളുകൾ ചില ആവശ്യങ്ങളായിട്ട് ഇവിടെ വരുമ്പോൾ അവർക്ക് ആവശ്യം ചിലപ്പോൾ ഇത്ര ആയിരിക്കും, 10,000 രൂപയായിരിക്കും ആവശ്യം എന്ന് വിചാരിക്കും. നമ്മൾ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഒരു 7,000 രൂപ. അപ്പം പുള്ളി അദ്ദേഹം എന്നോട് പറഞ്ഞു 7,000 ആണെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് തരുന്നെങ്കിൽ എന്ത് ചെയ്യണം? 10,000 തരണം, എന്നാലേ എൻ്റെ കാര്യം നടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ സാറിൻ്റെ കാര്യമെങ്കിലും എന്ത് ചെയ്തോട്ടെ, നടന്നോട്ടെ, എനിക്ക് വേണ്ട. അത് കേൾക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകും. എനിക്ക് ഈ അല്പം കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല, ഇനി എനിക്ക് വേറൊരാളുടെ അടുക്ക പോകാനായിട്ടില്ല. യു ആർ മൈ ഓൺലി സോഴ്സ്. ഞാൻ ഏക പ്രതീക്ഷ വെച്ച് വന്നത് നിങ്ങളെയാ. അതുകൊണ്ട് എനിക്ക് ലഭിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇരട്ടി പങ്ക് ലഭിക്കണം. എന്നാലേ എൻ്റെ കാര്യം എന്ത് ചെയ്യത്തുള്ളൂ, നടക്കത്തുള്ളൂ. ഏലിയാവ് പോയി കഴിഞ്ഞാൽ തനിക്ക് പകരമായിട്ടാണ് ഏലിശയെ അഭിഷേകം ചെയ്തതെന്നുള്ളത് ഏലിശയ്ക്ക് നല്ലപോലെ അറിയാം. എപ്പോഴെങ്കിലും ഏലിയാവ് ഇത് ഏലിശയോട് പറഞ്ഞു കാണും. കാരണം ദൈവത്തിൽ നിന്ന് കിട്ടിയ നിയോഗം, നിനക്ക് പകരമായിട്ട് എന്ത് ചെയ്യണം? നീ ഏലിശയെ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദൗത്യത്തെ തനിക്ക് ചെയ്തു തീർക്കുവാനുള്ള ദൗത്യത്തെക്കുറിച്ച് ഉള്ള ബോധ്യം അവന് വന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇരട്ടി പങ്കില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ കാര്യം നടത്താനായിട്ടൊക്കത്തില്ല. ഇരട്ടി പങ്കില്ലാതെ സാധിക്കത്തില്ല എനിക്ക്. അവൻ്റേതായിരിക്കുന്ന അവൻ്റെ കഴിവ് കൊണ്ടോ അവൻ്റെ അതായത് ഇത്രയും നാൾ കൂടെ നടന്നു എന്നുള്ള പരിചയം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കത്തില്ല. ഐ നീഡ് ദ ഡബിൾ പോർഷൻ ഓഫ് ദി അനോയിന്റിങ്. എനിക്ക് അവിടുത്തെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടിയേ പറ്റൂ. That was the pressing need in him. അവനിലുള്ള അടങ്ങാത്തൊരു ദാഹം അതായിരുന്നു. നമ്മളൊക്കെ എങ്ങനെ ഇത്രയും നാൾ കൂടെ നടന്ന് പഠിച്ചതല്ലേ, ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഒരു കൈ നോക്കാം. കാരണം എത്ര വർഷം കൊണ്ട് ഞാനത് എന്ത് ചെയ്യുന്നയാ, കാണുന്നയാ, പരിചയിക്കുന്നയാ, കണ്ടതാ. ഇല്ല, എലിശായ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ജസ്റ്റ് ബീങ്, അവന് ഏലിശായോട് കൂടെ നടന്നത് കൊണ്ട്, എൻ്റെ പരിചയപാഠവം കൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യാനൊക്കത്തില്ല. എനിക്ക് ആത്മാവിൻ്റെ ഇരട്ടി പങ്കുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മുടെ മുൻപുള്ള തലമുറ ശുശ്രൂഷിച്ച അതേ അഭിഷേകം കൊണ്ട് നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റില്ല. കാര്യം എന്നാ? അവർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളി അല്ല നമുക്ക് നേരിടേണ്ടി വരുന്നേ. നമുക്ക് മുൻപേ അതിശക്തമായി ശുശ്രൂഷ ചെയ്ത് മരിച്ച് മൺമറഞ്ഞു പോയ എത്രയോ ഭക്തന്മാരുണ്ട്. അവരാരും നേരിടാത്തൊരു വെല്ലുവിളിയാ നമ്മൾ നേരിടുന്നേ. അവർ കൊറോണ കേട്ടിട്ട് പോലുമില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ശുശ്രൂഷിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വിശ്വാസികളെല്ലാം കൂടെ മുഖവും കെട്ടി അല്ലേ, മുഖവും കൂടെ കെട്ടി വന്നിരിക്കുന്ന ഒരു സഭ അവർക്ക് ചിന്തിക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ലായിരുന്നു, കഴിയത്തില്ലായിരുന്നു. നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ മുൻ തലമുറ ചെയ്ത വെല്ലുവിളി അല്ല, അവരുടെ മുൻപിലുള്ള പ്രതിസന്ധികളല്ല. അപ്പൊ ഈ തലമുറയിൽ നമുക്ക് ശുശ്രൂഷിക്കണമെങ്കിൽ പരിചയപാഠവം കൊണ്ട് എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. കണ്ട് തഴകിച്ച ചിലത് കൊണ്ട് എന്ത് ചെയ്യത്തില്ല, നടക്കില്ല. പഠിച്ചു വെച്ച ചില കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, നടക്കില്ല. അത് ഏലിശായ്ക്ക് നല്ലപോലെ മനസ്സിലായി. ഇനി അതും മാത്രമോ, ഈ മൂന്നിടത്തുള്ള പ്രവാചക പാർട്ടികളെ ഇവനെ ശരിക്കും അറിയാം. ഇനി ഇവരുടെ നേതാവായിട്ട് വേണ്ടേ പോകാനായിട്ട് അല്ലേ? ഗിൽഗാലിലുള്ളമാരെ അറിയാം, ബഥേലുള്ള ശിഷ്യന്മാരെ അറിയാം അല്ലേ, എരിഹോയിലുള്ളവരെയൊക്കെ അറിയാം. ഇവരെയൊക്കെ മേയ്ക്കണമെങ്കിൽ, ഇവരെയൊക്കെ നടത്തണമെങ്കിൽ ഒരിരട്ടി പങ്കുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസഭയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിനക്ക്
കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച കൃപ കൊണ്ടോ, കഴിഞ്ഞ നാളുകളിൽ നീ പ്രാപിച്ച അനുഭവങ്ങളെ കൊണ്ടോ, പഠിച്ച് പഴകിയ ചില കാര്യങ്ങളെ കൊണ്ടോ നിനക്ക് ഇനിയുള്ള നാളുകളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മുന്നോട്ട് പോകാനൊക്കത്തില്ല. യു നീഡ് എ ഡബിൾ പോർഷൻ. ഇരട്ടി തന്നെ വേണം, കുറച്ചൊന്നും പോരാ. അതിനേക്കാളൊരു 10 ഗ്രേഡ് കൂടി വെച്ചാൽ നടക്കത്തില്ലെന്നാ. ആൻഡ് എലീഷ knew that. എലീശ അത് മനസ്സിലാക്കി. അഥവാ എലീശ മനസ്സിലാക്കിയ ഒരു കാര്യം, തൻ്റെ ജീവിതത്തിൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ തനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ തൻ്റെ ആത്മീയ പാപ്പരത്വം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കിത് സാധിക്കില്ല, അതുകൊണ്ടത് പ്രാപിക്കുവോളം. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഇനിയുള്ള നാളുകളിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ പഴകിപ്പടിച്ച ചില കാര്യങ്ങളെ കൊണ്ടൊന്നും നമുക്ക് സാധിക്കത്തില്ല. എൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് അവൻ ചോദിക്കാൻ കാരണം, he knew he could foresee the challenges in front of him. അവൻ്റെ മുൻപിലുള്ള വെല്ലുവിളിയെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. It's going to be tougher and tougher. ഇത് കൂടാൻ പോവുക. ഇത് കൂടാൻ പോകുക എന്ന് പറഞ്ഞാൽ കൊറോണ കൂടുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞ കേട്ടോ. നമ്മുടെ മിനിസ്ട്രി രംഗത്ത്, നമ്മുടെ ശുശ്രൂഷ രംഗത്ത് നമുക്ക് വെല്ലുവിളികൾ ഏറാൻ പോവുക. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി തന്നെ നമുക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം, ഉള്ളത് കൊണ്ടൊന്നും നടക്കത്തില്ല, പ്രാപിച്ചത് കൊണ്ടൊന്നും നമുക്ക് സാധിക്കത്തില്ല. കാരണം അങ്ങനത്തെ ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനത്തെ വെല്ലുവിളികളാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ശാരീരികമായി, ആത്മീയമായി ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. നമ്മൾ മറന്നു കളയരുത്. എലീശയ്ക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് അവൻ ചോദിക്കുക, ദിസ് വാസ് ഹിസ് പ്രയർ. അവൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, അവൻ്റെ യാചന ഇതായിരുന്നു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ ഇതാ പോകാൻ പോകാന്നറിയാം, ബട്ട് ബിഫോർ യു, നീ പോകുന്നതിന് മുൻപ് ഐ നീഡ് എ ബ്ലെസ്സിങ് ഫ്രം യു. നിന്നിൽ നിന്നൊരു അനുഗ്രഹം എനിക്ക് വേണം. ഇത് പഠിക്കണമെങ്കിൽ അക്കാലത്തെ ആ സാംസ്കാരിക രീതിയും കൂടെ പഠിക്കണം. അതായത് പിതാവ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ മക്കൾ അനുഗ്രഹത്തിന് വേണ്ടി പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി കാണാനായിട്ട് സാധിക്കും. യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? മക്കളെ എല്ലാം അനുഗ്രഹിക്കുന്നുണ്ട്. ഗുരുക്കന്മാർ അവരിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടുന്നതിന് മുൻപ് അവരെന്ത് ചെയ്യുന്നതെന്നറിയാമോ? തങ്ങളുടെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ടേ പോകത്തുള്ളൂ. കർത്താവും പോകാൻ നേരത്തെ അനുഗ്രഹിച്ചേച്ചാ പോയതല്ലേ? എന്താ പറഞ്ഞേ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരുന്നേക്കാം. നിങ്ങൾ ഭൂലോകമൊക്കെ പോയി എന്ത് ചെയ്യണം? സകല സൃഷ്ടികളോടും സൂചിച്ചിട്ട് പറഞ്ഞു. ദ ബ്ലെസ്സിങ്, ദ ഡിപ്പാർട്ടിംഗ് ബ്ലെസ്സിങ് എന്ന് പറയും, വിടവാങ്ങൽ അനുഗ്രഹം. എലീശയ്ക്ക് മനസ്സിലായി, എൻ്റെ യജമാനനിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടാൻ പോവുക. ഐ നീഡ് എ ഡിപ്പാർട്ടിംഗ് ബ്ലെസ്സിങ്. അവൻ വിടവാങ്ങുന്നതിന് മുൻപ് എനിക്ക് ഒരു അനുഗ്രഹം അവനിൽ നിന്ന് പ്രാപിക്കണം. ഐ വാണ്ട് എ ഡിപ്പാർട്ടിംഗ് ബ്ലെസ്സിങ്. ഇവിടെ ചോദിക്കുക, ആളുകളായി ഹൃദയത്തിനകത്ത് കൊണ്ടു കിടക്കുന്ന ഒരു വലിയ ആഗ്രഹമാണ്, അവൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് പ്രാപിക്കണം. ചോദിച്ചു, ഞാൻ നിനക്ക് എന്നാ ചെയ്യണ്ടേ? വിടവാങ്ങുന്നതിന് മുൻപ് എന്ത് അനുഗ്രഹമാണ് ഞാൻ നിനക്ക് തരേണ്ടത്? പറഞ്ഞു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ഐ നീഡ് ദാറ്റ്. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട. നിന്റെ വിടവാങ്ങൽ അനുഗ്രഹമായി
ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക. എൻ്റെ പകൽക്കാലം എനിക്ക് ഒരു കാര്യമേ നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ടുള്ളൂ. വാട്ട് ഈസ് ദ പ്രസ്സിംഗ് നീഡ് ഇൻ യുവർ ഹാർട്ട്? നിന്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള, നീ താലോലിച്ചു കൊണ്ട് നടക്കുന്ന, നീ ഇതുവരെ വെളിപ്പെടുത്താതിരിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷമെന്ന, ആഗ്രഹമെന്ന? ഇവൻ പറയുന്നു, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. വേറെ എന്തൊക്കെയോ ചോദിക്കാമായിരുന്നല്ലേ, വേറെ എന്തെല്ലാം യാചിക്കാമായിരുന്നു. പക്ഷെ അവൻ്റെ അന്തരാത്മാവിൽ അവന് മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമുണ്ട്, ഒരു കൺവിക്ഷനുണ്ട്, ഒരു ബോധ്യമുണ്ട്. ഇതില്ലാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഏതായാലും ഒരു പ്രവാചകനായിട്ട് എന്നെ വിളിച്ചിറക്കി, ഞാൻ അവൻ്റെ പിന്നാലെ ഇത്രയും നാൾ നടന്നു. ഇനി അവനിരിക്കുന്ന കാലത്ത് വേദനിപ്പിക്കേണ്ട. അവൻ പോയി കഴിഞ്ഞാൽ ഇതും കളഞ്ഞു വെച്ച് ഞാൻ എൻ്റെ 12 കാളുടെ പുറകെ പോവുക. നോ, ദാറ്റ് ഷോസ്, ഈ ചോദ്യം വെളിപ്പെടുത്തുന്ന അടുത്ത ഒരു ദ ഡീപ്പർ കമ്മിറ്റ്മെൻറ്റ്സ്. നീ പോയി എന്നുള്ളത് കൊണ്ട് ഞാനത് കളഞ്ഞേച്ച് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഐ വിൽ കണ്ടിന്യൂ ദ മിഷൻ വാട്ട് യു ഹാവ് സ്റ്റാർട്ടഡ്. നീ ആരംഭിച്ച വേല ഞാൻ തുടരുക തന്നെ ചെയ്യും. And I need the double portion. ശുശ്രൂഷ തുടരാൻ ആവശ്യമില്ലാത്തതിന് എന്തിനാ ഇരട്ടി ആത്മാവല്ലേ? ഈയിടെ ഒരു കർത്താവിൻ്റെ ദാസൻ മരിക്കാൻ നേരത്തെ എൻ്റെ മക്കളെയൊക്കെ വിളിച്ചു ചോദിച്ചു, ഞാൻ ഇനി അധിക നാൾ ജീവനോടുണ്ടെന്ന് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ജീവനോടിരിക്കുമ്പോൾ ആസ് എ ലാസ്റ്റ് ഗിഫ്റ്റ് ഫ്രം മീ, എന്നിൽ നിന്നുള്ള അവസാനത്തെ ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് എന്നാ വേണമെന്ന് ചോദിച്ചു. തനിക്ക് 7 മക്കളുണ്ട്. ഒരുത്തൻ പറഞ്ഞ അപ്പച്ചൻ ഉപയോഗിച്ച പേന എനിക്ക് തന്നേച്ചാൽ മതി. വേറൊരുത്തൻ പറഞ്ഞ അപ്പച്ചൻ ഇരുന്ന കസേര എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞ് എനിക്ക് അപ്പച്ചൻ ഉപയോഗിച്ച ബൈബിള് മതി. എന്തിനാ? ചില്ലുകൂട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല. ഐ വാണ്ട് ടു കണ്ടിന്യൂ യുവർ മിഷൻ. എനിക്കത് മതി. അതിനാ വേറെ ബൈബിളൊന്നും കിട്ടാഞ്ഞിട്ടാണോ? എൻ്റെ ഇരിപ്പുണ്ട്, എൻ്റെ അപ്പൻ ഉപയോഗിച്ച ബൈബിളും എൻ്റെ അമ്മായിപ്പൻ ഉപയോഗിച്ച ബൈബിളും എൻ്റെ ഇരിപ്പുണ്ട്. എന്തിനാ? അതൊന്നുമല്ല ഞാൻ പ്രസംഗിക്കാൻ ഉപയോഗിക്കുന്ന ബൈബിള്. എനിക്കത് വളരെ വിലപ്പെട്ടതാണ്. അടുത്ത തലമുറയ്ക്ക് എനിക്കറിയത്തില്ല, എനിക്കത് വളരെ വിലപ്പെട്ടതാണ്. ഏലിയാവിനോട് ചോദിക്കുക, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. എന്തിനാ? വാട്ട് ഡസ് ദാറ്റ് മീൻ? എന്താ അത് വെളിപ്പെടുത്തുന്നത്? ഐ വാണ്ട് ടു ഫോളോ ദ ഫുട് സ്റ്റെപ്സ്. നീ എൻ്റെ മുൻപിൽ വെച്ച പാതയുണ്ടല്ലോ, അതെനിക്ക് തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതവൻ്റെ തീരുമാനത്തെ വെളിപ്പെടുത്തിയതാ. അതവൻ്റെ ആഴമായിരിക്കുന്ന ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ്, അവൻ്റെ വിളിയോടുള്ള, അവനെ പ്രവാചകനായി വിളിച്ചിരിക്കുന്നു എന്നുള്ള വിളിയോടുള്ള അവൻ്റെ ആഴമായ സമർപ്പണത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത്. അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ആകെ എടുത്തുകൊണ്ട് വന്ന സാധനങ്ങൾ, അപ്പച്ചൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പേ അപ്പച്ചൻ ഉപയോഗിച്ച കുറേ പുസ്തകങ്ങളുണ്ട്, ആത്മീയ പുസ്തകങ്ങൾ, ദൈവദിന പഠനത്തിന് വേണ്ടി താൻ ഉപയോഗിച്ച കുറേ കാര്യങ്ങൾ. എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. എൻ്റെ കണ്ണ് വേറെ ഒന്നിലും അല്ലായിരുന്നു. ആധാരം എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ നോക്കിയത്. മരണപത്രം എഴുതി വെച്ചതെന്ന് എവിടാന്നല്ല എൻ്റെ തപ്പലായിരുന്നേ. ഇതെല്ലാം നേരെ എവിടെ നിന്ന് ഞാൻ എടുത്തു പോകുന്നു. ഐ നീഡ് ദാറ്റ്. അതിനൊക്കെ വിലയേറിയ പുസ്തകങ്ങൾ എനിക്കിന്നും ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ പുസ്തകമെല്ലാം വീണ്ടും ഒന്ന് എടുത്തു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായേ,
അന്നത്തെ കാലത്ത് അപ്പച്ചൻ ഈ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടായിരുന്നല്ലോ, പഠിച്ചിട്ടായിരുന്നല്ലോ താൻ പ്രസംഗം തയ്യാറാക്കിയിരുന്നെന്ന്. നീ എന്തു ആവശ്യപ്പെടുന്നേ? നിനക്കെന്നാ വേണ്ടേ? ബാങ്ക് ബുക്കോ? നിനക്കെന്തുവാ വേണ്ടേ? ഹിസ് പ്രയർ. എലീശായുടെ ആ പ്രാർത്ഥന വെളിപ്പെടുത്തുന്നത് ഹിസ് ഡിറ്റർമിനേഷൻ, വാട്ട് ഹി ഈസ് ഗോയിങ് ടു ഡു ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് മാസ്റ്റർ. എൻ്റെ യജമാനൻ്റെ മരണശേഷം ഞാൻ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത് വെളിപ്പെടുത്തുന്നത്. നമ്മളൊക്കെ പറഞ്ഞു വിടാറുണ്ട് ഇരട്ടി ആത്മാവെങ്ങ് മതിയെന്ന്. നോ, ദാറ്റ്സ് മോർ ദാൻ ദാറ്റ്. അത് അതിനേക്കാൾ ആഴമായ കുറേ. എലീശായുടെ കൂടെ നീ നടക്ക്, എലീശ പറഞ്ഞു തരും. ഞാനിത് എന്തിനാ ചോദിച്ചതെന്നറിയാമോ? എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, എൻ്റെ തീരുമാനം ഇതായിരുന്നു. അപ്പോൾ ഇരട്ടി ആത്മാവ് എന്ന്, ഡബിൾ പോർഷൻ, ഇരട്ടി പങ്ക് എന്ന് പറയുന്നത് കേവലം ഒരു ശൈലി മാത്രമല്ല. അതെന്തോ താൻ ചെയ്യാൻ പോകുന്നു. തൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടാണ്, തൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്? അത് ചോദിച്ചത്. ആള് മണ്ടനായിട്ടൊന്നുമല്ല. നോ, അവനറിയാം, അവൻ എന്തൊക്കെയോ അവൻ്റെ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതെന്തുവാ? ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ തന്നെ. ഇല്ലേ, ചില ആളുകൾ ഇയാളൊന്ന് ചത്തിട്ട് വേണം എനിക്ക് ഈ സഭ വിട്ടുപോകാൻ, അയാളുള്ള കാലത്ത് എങ്ങനെ സഭ വിട്ടുപോകുന്നതെന്ന് വിചാരിച്ച് വിടാതെ നിൽക്കുന്നവരുണ്ട് ഈ സഭയിലിട്ടോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ആ മനുഷ്യനോടുള്ളൊരു കടപ്പാടനുസരിച്ച് അയാൾ ഏലിയാവൊന്ന് മരിച്ചിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട്? ഈ ഇവൻ്റെ ഗ്രൂപ്പും പ്രസ്ഥാനവും ഒക്കെ വിട്ടേച്ച് എനിക്ക് എന്ത് ചെയ്യാനായിട്ടൊന്ന് പോകാനായിട്ട്? അല്ലല്ലല്ല, ഞാൻ പറയുന്നു ഇരട്ടി. ഐ ഹാവ് ഡിസൈഡഡ്. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആഴമായ ചില തീരുമാനങ്ങളോടുകൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് അതാണ് അവൻ്റെ ആ വാചകങ്ങളിലൂടെ അവൻ വെളിപ്പെടുത്തുക. ദ ഡബിൾ പോർഷൻ ഓഫ് യുവർ അനോയിന്റിങ്. നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. കർത്താവിനോട് നമുക്ക് ഈ ദിവസങ്ങൾ അതായിരിക്കട്ടെ ചോദിക്കട്ടെ. അത് നമുക്ക് ചോദിക്കാം. കർത്താവ്, ടു മീ, എനിക്ക് ശുശ്രൂഷയാ വലുത്, എനിക്ക് നിന്റെ വേലയാ വലുത്, എനിക്ക് നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് എനിക്ക് ഏറ്റവും വലുത്. അതിന് യോർദാനോളം വരണോ? ഞാൻ യോർദാൻ വരെ വരാൻ തയ്യാറാ. എത്രത്തോളം ഞാൻ മുന്നോട്ട് പോകണമോ അത്രയും ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാ. അതിനെന്ത് ത്യാഗം സഹിക്കണോ ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഞാൻ വളരെ പെട്ടെന്ന് നിർത്തിക്കോളാം. ഏലിയാവും ഏലിശയും കൂടെ പോവുക. അത് പറഞ്ഞ ഈ പൊട്ടൻ അവനിപ്പോൾ എന്ത് ചെയ്യും? പോവും. പിന്നെ ഇവൻ ഈ നടന്നതൊക്കെ വെറുതെ ആവും അല്ലേ? എല്ലാവരും അതാ പറഞ്ഞേ. ഗിൽഗാലുള്ളവരതാ പറഞ്ഞേ. നീ എന്തിനാ ഇവൻ്റെ ഈ പൊട്ടൻ ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ പോന്നേ? അവനെ ദൈവം നമ്പരാൻ എടുക്കും. അപ്പം നീ ഒറ്റയാവത്തില്ലേ? ബഥേലുള്ളവർ അത് തന്നെ പറഞ്ഞു. നീ എന്തിനാ ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ? യോർദാനുള്ളവരും പറഞ്ഞു. ഒരുപക്ഷെ ലോകം മുഴുവൻ ചിന്തിച്ച് കാണും ഇവനൊരു ഭോഷനാ. കാരണം എന്തോ കണ്ടേച്ചാ ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഇവിടം കാണാൻ ഇരുന്ന് ഞങ്ങളുടെ കൂടെ ഒക്കെ ഇരുന്നാൽ എന്ത് ചെയ്യാം? ഇവൻ്റെ കാര്യമൊക്കെ നടന്നു പോവാം. നോ, ഒരു ഭോഷനെ പോലെ ഒരു ഉറച്ച തീരുമാനത്തോടെ, ഹൃദയത്തിലാഴമായ ദൃഢനിശ്ചയത്തോടെ അവൻ ഏലിയാവിൻ്റെ പിന്നാലെ നടക്കുക. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അവൻ ഏലിയാവിൻ്റെ പിന്നാലെയല്ല നടക്കുന്നത്, ഏലിയാവിൻ്റെ അഭിഷേകത്തിൻ്റെ പുറകെയാണ്. അവൻ്റെ നോട്ടം മുഴുവൻ അതാ. ഏലിയാവിന്മേൽ വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. എനിക്കത് വേണം, എനിക്കതിൻ്റെ ഇരട്ടി വേണം. ഒരു കാര്യം ഞാൻ പറയാം, ലജ്ജിക്കാൻ ദൈവം ഇടവരുത്തിയില്ല കേട്ടോ. മടങ്ങി വന്നപ്പോൾ
ഭക്ഷണം തന്നെ ഇവരുടെ മുൻപാകെ തന്നെ മടങ്ങി വന്നപ്പോൾ ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവ് അവനിലുണ്ടെന്ന് ജനം കാണുമാറ് ദൈവം അവനെ എടുത്തുപയോഗിക്കാനായിട്ട് തുടങ്ങി. അല്പനാളത്തെ ഒറ്റപ്പെടുത്തലുകളോ അല്പനാളത്തെ പരിഹാസങ്ങളോ അല്പനാളുകൾ നീ കേൾക്കുന്നതായ നിന്ദയുടെ വാക്കുകളോ അത് കേട്ട് നീ തളരരുത്. അത് കേട്ട് നീ ഏലിയാവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച് നീ എന്ത് ചെയ്യരുത്, അവനെ വിട്ടുപിരിഞ്ഞു പോകരുത്. കണ്ടിന്യൂ, പ്രസ് ഓൺ. ജീവിതയാത്രയിൽ മുന്നേറൂ. നീ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ, നീ ഏതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചോ, ഏതൊന്നായിരുന്നോ നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷമായി നീ കാത്തു സൂക്ഷിച്ചിരുന്നത്, എൻ്റെ ദൈവം തമ്പുരാൻ നിനക്കത് തരും. നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ, നിന്നെ അപമാനിച്ചവരുടെ മുൻപിൽ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കോടുകൂടെ നീ ശുശ്രൂഷിക്കുന്നത് അവർ കാണും. അവരത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതുവരെ ഹൃദയത്തിൽ മുറിവേറ്റവനായിരിക്കരുത്, ഭാരം വെച്ചുകൊണ്ടിരിക്കരുത്. ഇവരൊന്നും പറയുന്ന ഗിൽഗാലിലും എരിഹോവിലും ബേഥേലും ഉള്ളവർ പറയുന്നത് കേട്ട് നിന്റെ ഹൃദയം വാടിപ്പോകരുത്. പ്രസ് ഓൺ ഫോർ ദി അനോയിന്റിങ്. അഭിഷേകത്തിൻ്റെ പുറകെ തന്നെ നീ നടക്കൂ. ദാറ്റ് ഷോസ്, അത് വെളിപ്പെടുത്തുന്ന ഒന്നാണ് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഈ രാവിലെ സമയം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. ഇരട്ടി ആത്മാവിനെ ചോദിച്ചത് ഒരു ഉറച്ച നിശ്ചയത്തോടാ, ഞാൻ ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യും, തുടരും. ഞാൻ ഈ ശുശ്രൂഷയിൽ തന്നെ എന്ത് ചെയ്യും, മുന്നേറും. എന്നെ നിന്ദിച്ചവരുടെ മധ്യ തന്നെ, എന്നെ പരിഹസിച്ചവരുടെ മധ്യ തന്നെ, എന്നെ അപമാനിച്ചവരുടെ മധ്യ തന്നെ പിന്മാറല്ലേ, വേദനപ്പെട്ട് പിന്മാറല്ലേ. ആരോടും കയ്പ് തോന്നരുത്, ആരോടും വേദന തോന്നരുത്. നീ നിന്റെ തീരുമാനത്തിൽ മുന്നേറ്. നിന്റെ മുഖം വാടാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനോട് ചോദ്യം ഇതൊന്നു മാത്രമായിരിക്കട്ടെ. കർത്താവേ, ഇരട്ടി പങ്ക് എനിക്ക് വേണം. എന്നെ നിന്ദിച്ചവരുടെ മുമ്പ് ഷൈൻ ചെയ്യാനല്ല, നിന്റെ വേല ശക്തിയോടെ ചെയ്യുവാൻ, നിന്റെ വേല ശക്തിയോടെ ചെയ്യുവാൻ എനിക്കത് വേണമപ്പാ. നിന്റെ വേല ശക്തിയോടെ ചെയ്യുവാൻ എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ വേദനിപ്പിക്കുന്ന ഒത്തിരി ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. നീ എന്തിനാ അവൻ്റെ പിന്നാലെ നടക്കുന്നേ? അവൻ എടുത്തു കൊള്ളപ്പെടും കേട്ടോ. നീ എന്തിനാ അവൻ്റെ പിന്നാലെ നടക്കുന്നേ? മറുപടി, നിങ്ങൾ കാണാത്ത ഒന്ന് ഞാൻ അവനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒന്ന് ഞാൻ അവനെ കാണുന്നുണ്ട്. There is an anointing on him. അവൻ്റെ മറ്റൊന്നും കണ്ടിട്ടല്ല ഞാൻ അവൻ്റെ പിന്നാലെ പോകുന്നത്. അവൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. And one day, ഒരു ദിവസം അതിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കും. നിനക്ക് വേറെ എവിടെങ്കിലും ആയിക്കൂടെ? നീ എന്തിനാ അവൻ്റെ പിന്നാലെ നടക്കുന്നേ? വാക്കുകളുടെ മുൻപിൽ വേദനിച്ച ജീവിതമേ, ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് സംസാരിക്കുന്നു. ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിയുന്നു. You're not after him. നീ ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പുറകെയല്ല നീ നടക്കുന്നത്. മറ്റാർക്കും കാണാത്ത ഒന്ന് നീ അവനെ കണ്ടിട്ടുണ്ട്. The anointing that flows, അവനിൽ നിന്നൊഴുകുന്നൊരു അഭിഷേകം. നിന്റെ നോട്ടം അതാണ്. ഞാനത് തന്നു നിന്നെ മാനിക്കും.